എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുക ഇത് എന്ത് കണ്ടൻറ്റ് കൊണ്ടാണോ എന്തോ വന്നിരിക്കുന്നതെന്ന്. സത്യം പറയാമല്ലോ, എനിക്ക് തന്നെ ഇപ്പോൾ ഇപ്പോൾ നാണക്കേടായിരിക്കുകയാണ് ഷാജിദയെക്കുറിച്ചിട്ടുള്ള കണ്ടൻറ്റ് ഇടാനായിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും വീണ്ടും പുള്ളിക്കാരത്തി വായി കിടക്കുന്ന നാക്കടക്കി ഒതുക്കി ഇടാത്തത് കൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ ഓരോരുത്തരും പുള്ളിക്കാരത്തിയെ പറ്റിയിട്ട് ഇങ്ങനെ വീഡിയോകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോൾ ഞാൻ വേണ്ട ഇനി പുള്ളിക്കാരത്തിയെക്കുറിച്ചിട്ട് വീഡിയോ ഇടണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി എന്ത് ചെയ്യുന്നു, ആവശ്യമില്ലാതെ വടി കൊടുത്ത് അടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഹെലനോസ് പാട്ടാന്നോ അങ്ങനെ ഏതാണ്ടാണെന്ന് തോന്നുന്നു ആ കുട്ടിയുടെ പേര്. എനിക്ക് കറക്റ്റ് അറിയില്ല, ഹെലൻ എന്ന് ഞാൻ പറയാം. അതുകൊണ്ട് അങ്ങനെ ഹെലൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. കാരണം ഹെലനെക്കുറിച്ച് ഷാജിദ എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഹെലൻ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇത്തിരി മുമ്പായിട്ടാണ് ആ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ കുറച്ച് മുന്നേ ഒരു 2 hours മുന്നേ പറഞ്ഞതാണ് ഈ ടോപ്പിക് ഞാൻ നിർത്തുന്നതാണെന്നുള്ളത്. പിന്നെ താത്തയായിട്ട് നമ്മുടെ പേര് വലിച്ചിട്ടത് കൊണ്ട് എന്റെ പാർട്ട് മാത്രം ഞാൻ പറഞ്ഞിട്ട് പോവാം. നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് ചൊറിയാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ എപ്പോഴും ഇന്റർവ്യൂവിന്റെ കാര്യത്തിൽ മാത്രമല്ല, അല്ലാണ്ടും നിങ്ങൾ ആരെങ്കിലും കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രീവിയസ് വീഡിയോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും, എന്നിട്ട് നമ്മുടെ പേരൊക്കെ ഡ്രാഗ് ചെയ്യും. മനസ്സിലായില്ലേ? ഒന്നാമത്തെ കാര്യം താത്ത, നിങ്ങൾ ചോദിച്ചത് ഞാൻ ഇടുന്ന സിന്ദൂരത്തിന്റെ കണക്കാണ്. എന്റെ പൊന്നു ചങ്ങായി, നിങ്ങളെ കാമുകൻ കാസർഗോഡുകാരനല്ലേ? ഷറഫ് അലി കാസർഗോഡുകാരനല്ലേ? ഓനോട് നിങ്ങൾക്ക് ചോദിക്കായിരുന്നില്ല? നിങ്ങളോട് ഞാൻ നേരത്തെയും എന്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും വന്നിരുന്ന് കുരക്കുന്നതിന് മുന്നേ ഒന്നുമില്ലെങ്കിലും 2-3 പ്രാവശ്യമെങ്കിലും ആലോചിക്കണം താത്താന്ന്. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കാമുകനോട് ചോദിക്കായിരുന്നില്ലേ കാസർഗോഡ് ഭാഗത്തേക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന്? ചോദിച്ചിട്ട് പോരായിരുന്നില്ലേ താത്ത ഈ കൊരക്കല്? ഒന്നാമത്തെ കാര്യം, താത്തയുടെ അറിവിലേക്കായി. എന്റെ സബ്സ്ക്രൈബേഴ്സിനും എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. എന്നാലും താത്തയുടെ അറിവിലേക്കായി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ കാസർഗോഡാണ്, കാമുകനും കാസർഗോഡാണെന്ന് ചോദിച്ചു നോക്കൂ. വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചോദിച്ചു നോക്കൂ. പിന്നെ അപ്പോ ഈ ഭാഗത്തേക്ക് അമ്പലങ്ങളിൽ നിന്നും കിട്ടുന്ന പ്രസാദം നമുക്ക് ചന്ദനത്തോട് കൂടിയിട്ട് ഒരു റെഡ് കളറുള്ള ഒരു പ്രസാദം കൂടി കിട്ടും. അത് ഇവിടെയുള്ളവർ റെഡ് കളറിലുള്ള പ്രസാദം എന്ന് പറയേണ്ട മോളെ സിന്ദൂരം, അത് സിന്ദൂരം കേട്ടോ, സിന്ദൂരം എന്നാണ് അതിന് പറയുന്നത്. പിന്നെ കുങ്കുമം എന്നാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ, അത് ക്ഷേത്രത്തിൽ കൊടുക്കുമ്പോൾ അത് കുങ്കുമം എന്നാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ മേടിച്ചിട്ട് ഇവിടെ ഇടാനായിട്ട് മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ സിന്ദൂരം എന്ന് പറഞ്ഞാണ് മേടിക്കുന്നത്. പക്ഷേ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നതിനെ നമ്മൾ കുങ്കുമം എന്നാണ് പറയുന്നത്. ഇവിടെ തൊടും കേട്ടോ. കല്യാണം കഴിഞ്ഞവർ മാത്രമല്ല, കുഞ്ഞു കുട്ടികളടക്കം അവിടെ തൊടും. താത്താനോട് ഞാൻ വീണ്ടും പറയുന്നു, എന്തെങ്കിലും ഒരു സാധനം വന്നിരുന്ന് തുപ്പുന്നതിന് മുന്നേ 2-3 പ്രാവശ്യം ആലോചിക്കുന്നതും അതാരെങ്കിലുമായിട്ടും ചർച്ച ചെയ്യുന്നു. അല്ല മോളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പോൾ ഷാജിദ മോളെ പറ്റി എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയിട്ടും, ഞാൻ ഷാജിയുടെ ചാനലിൽ നോക്കിയിട്ടും അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടില്ല. മോള് അത് കണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന്, ഈ വീഡിയോ ഇട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതെന്തെങ്കിലും ആകട്ടെ, അത് മോളുടെ കാര്യം. പക്ഷേ ഈ സിന്ദൂരം തൊടുന്നതിനെ പറ്റി മോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതേക്കുറിച്ചിട്ട് ഷാജി എന്ത് പറഞ്ഞെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും കയറി പോകുന്നില്ല. പക്ഷേ ഈ സിന്ദൂരം തൊടുന്നത് ശരിയാണ്. അമ്പലത്തിൽ നിന്ന് കുങ്കുമം കിട്ടുമ്പോൾ ആ ഒരു കുങ്കുമം നമ്മൾ സാധാരണയായിട്ട് ഇവിടെ ഇടുന്നത്, അതല്ലെങ്കിൽ കുറച്ചുകൂടി മുകളിലോട്ട് ഇങ്ങനെ ഇടും. പക്ഷേ ഇങ്ങനെ ഇടുമ്പോൾ ഇത് സീമന്തരേഖയാണ് മോളെ. ഞാൻ പറയുന്നത് മോൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഇത് സീമന്തരേഖയാണ്. ഇവിടെയാണ് ഇടുന്നത് എങ്കിൽ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളാണ് സാധാരണ സീമന്തരേഖയിൽ ഇടാറ്. പക്ഷേ തിരുവനന്തപുരത്തെ കാര്യം മാത്രമേ എനിക്കറിയാവൂ. കോഴിക്കോട് മോളുടെ സ്ഥലത്ത്, കാസർഗോഡോ കോഴിക്കോടോ ഏതാണെന്നോ മോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ എങ്ങനെയാണ് തൊടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ശരിക്കും ഇത് സീമന്തരേഖയാണ്. സീമന്തരേഖയിൽ കുങ്കുമം അണിയുന്നത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്രയും നാളത്തെ ജീവിതം കൊണ്ടും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന എൻ്റെ
ഒരു പരിമിതമായ അറിവുകൾക്കുള്ളിലുള്ളത്. ഇനി അഥവാ അങ്ങോട്ടൊക്കെ നിങ്ങളുടെ സ്ഥലത്തൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ തന്നെ പറയുകയാണ്, അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ അതുകൊണ്ടായിരിക്കണം ഷാജിദ എന്ത് പറഞ്ഞു എന്നും എനിക്കറിയില്ല. പക്ഷേ ഷാജിദ ഒരു പക്ഷേ ഈ സിന്ദൂരത്തെക്കുറിച്ച് എന്തെങ്കിലും പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും പരാമർശിച്ചിട്ടുള്ളത്. സാധാരണയായിട്ട് സീമന്തരേഖയിൽ ആരും സിന്ദൂരം തൊടാറില്ല, വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ. അത് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങനെയാണ് സാധാരണയായിട്ട് തൊടുന്നത്. അത് ചിലപ്പോൾ ഇവിടെ ഇതുവരെ തൊടാറുണ്ട്. അത് കൂടുതലും ജസ്റ്റ് ഇങ്ങനെയാണ് തൊടുന്നത്. അല്ലാതെ ഇങ്ങനെ തൊടുകയോ ഇങ്ങനെ വരയ്ക്കുകയോ ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണ് വരയ്ക്കുന്നത്. മോളുടെ വിവാഹം കഴിഞ്ഞോ എന്നൊന്നും എനിക്കറിയില്ല, അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ അതുകൊണ്ടായിരിക്കാം പലരും കണ്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ മോളുടെ ഒരു വീഡിയോസൊക്കെ ഞാൻ എടുത്ത് നോക്കി. അപ്പോൾ ഷോർട്സിൽ നോക്കിയപ്പോഴത്തേക്ക് മോള് ഇങ്ങനെ തൊട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മോളുടെ പഴയ വീഡിയോകളൊക്കെ ഒരുപാട് കാണുന്ന ആളായിരുന്നു. അതായത് ഈ തലമുടിയൊക്കെ ഗോൾഡ് കളറൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഒക്കെ ഇട്ടുകൊണ്ടിടുന്ന സമയമുണ്ടല്ലോ, ചെറിയ പ്രായം. ആ സമയം തൊട്ടേ ഞാൻ മോളുടെ വീഡിയോകളൊക്കെ ഒരുപാട് കാണുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ടൊന്നും കാണുന്നൊന്നുമില്ല. പക്ഷേ അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാനിങ്ങനെ മോളുടെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ സിന്ദൂരം കിടക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഞാനും കരുതിയത് മോളുടെ വിവാഹം കഴിഞ്ഞ് കാണുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ മോള് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് വിവാഹം കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞു കേട്ടത് വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ അറിവിൽ എന്ന് വെച്ചാൽ സീമന്തരേഖയിൽ സിന്ദൂരം തൊടുന്നത് വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണ്. നിങ്ങളുടെ നാട്ടിലെ കാര്യം അറിയില്ല എന്ന് ഞാൻ വീണ്ടും പറയാം കേട്ടോ. അവിടെ തൊടും. താത്താനോട് ഞാൻ വീണ്ടും പറയുന്നു, എന്തെങ്കിലും ഒരു സാധനം വന്നിരുന്ന് തുപ്പുന്നതിന് മുന്നേ 2-3 പ്രാവശ്യം ആലോചിക്കുന്നതും അത് ആരെങ്കിലുമായിട്ടും ചർച്ച ചെയ്യുന്നതും നന്നായിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ ഇതുവരെ നിങ്ങളോട് വളരെ എന്താ പറയാ, കഴിഞ്ഞ വീഡിയോയിലടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ന്യായീകരിച്ചിട്ടുണ്ടല്ലോ, അവസാനം നിങ്ങൾ പോലും ചിന്തിക്കാത്ത നിങ്ങളെ കള്ളത്തരങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരും. അത് ഉറപ്പാണ്. അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ഷൈദത്താത്ത നിർത്തിക്കോ, ന്യായീകരിക്കുന്നത് നിർത്തിക്കോ, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത് വളരെ നല്ല രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ അനാവശ്യമായിട്ട് ഡ്രാഗ് ചെയ്തതുകൊണ്ട് നിങ്ങളെ അറിവിലേക്ക് വേണ്ടി പറയാമെന്ന് തോന്നി. മനസ്സിലായി കാണുന്നു വിശ്വസിക്കുന്നു താത്ത, ഷൈദത്താത്ത. മറ്റുള്ളവർ ഷാജി എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഷാജിദ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക. ഷാജിദ വെറുതെ ചൊറിഞ്ഞിട്ട് മറ്റുള്ളവരെ വായിലിരിക്കുന്ന കേൾക്കാനായിട്ട് നിൽക്കാണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഷാജിദയുടെ വീഡിയോ ഈ കുട്ടി ചെയ്തിട്ടുണ്ടാവും. അത് പക്ഷേ അത് കണ്ടിട്ട് ദഹിക്കാതെ ആയിരിക്കും ഷാജിദ ഈ സിന്ദൂരത്തിൻ്റെ കാര്യം എന്തെങ്കിലും എടുത്തിട്ടിട്ടുണ്ടാവുക എന്ന്. എന്തായാലും ആ 2 വീഡിയോകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ സിന്ദൂരത്തെക്കുറിച്ചിട്ട് ഞാനും ഇടയ്ക്ക് ഈ കുട്ടിയുടെ ഒരു ഷോർട്സ് കണ്ടപ്പോൾ ഞാൻ കരുതിയത് കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു എന്നാണ്. അങ്ങനെ കരുതാൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ചെറുപ്പത്തിലെ കുട്ടിയുടെ ഒരുപാട് വീഡിയോകളൊക്കെ കാണുമായിരുന്നു. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ കൊടുക്കുന്ന മറുപടികളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എനിക്കിഷ്ടമായിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പോൾ ഞാൻ കുറേ കാലമായി കുട്ടിയുടെ വീഡിയോകളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഞാൻ കരുതിയത് കുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് കാണുമെന്നാണ് ഞാനും തെറ്റിദ്ധരിച്ചത്. ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സീമന്തരേഖയിലെ സിന്ദൂരം കണ്ടിട്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അത് ഷാജിയോട് മറ്റുള്ളവർക്കൊക്കെ ഇത്തിരി വെറുപ്പും അറപ്പും ദേഷ്യമൊക്കെ ഇപ്പോൾ ഉണ്ടാവും. പക്ഷേ എന്ന് കരുതിയിട്ട് അവർ അത് കണ്ടിട്ട് തെറ്റിദ്ധരിച്ചതാണെങ്കിൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. അവരെന്താണ് നിന്നെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സിന്ദൂരം അവിടെ കിടക്കുന്നത് കണ്ടിട്ട് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ആ ഒരു വിഷയത്തിൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. സാധാരണ അത് സീമന്തരേഖയാണ് എന്നാണ്. അത് മറ്റാരോട് ചോദിച്ചാലും ഞാൻ പറഞ്ഞ അതേ ഉത്തരമായിരിക്കും എല്ലാവരും പറയുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഹൈന്ദവ സ്ത്രീകളെല്ലാവരും അത് തന്നെ ആയിരിക്കും പറയുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ കാസർഗോഡും കോഴിക്കോടും ഉള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അത് തുറന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഷാജിയോട് എനിക്ക് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ, ഷാജി ആവശ്യമില്ലാതെ ഓരോ സ്ഥലത്തും കയറി അഭിപ്രായം പറയാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും തനിക്ക് നല്ലത്. ഇപ്പോൾ തന്നെ ഊക്കി എല്ലാവരും ഒരു പരുവത്തിനിരിക്കുകയാണ്. ആ ഒരു തൻ്റെ കണ്ടൻറ്റ് കണ്ടും കേട്ടും ആളുകളും അടുത്തിരിക്കുന്നൊരു സമയമാണ്. പക്ഷെ താനായിട്ട് ഓരോ ദിവസവും ഓരോന്നിട്ട് കൊടുക്കുമ്പോൾ മറ്റുള്ളവർ അതെടുത്ത് റിയാക്ട് ചെയ്യും.
അപ്പോൾ അതിനുള്ള അവസരങ്ങളൊന്നും കൊടുക്കാതെ കുട്ടികളുമായിട്ട് നല്ല നല്ല വീഡിയോകളൊക്കെ ചെയ്തിട്ട് നീ നന്നായിട്ട് മുന്നോട്ട് പോകുക എന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബായ് പറയുന്നില്ല. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻറ്റ് ഇടണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ഇടണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ ഒളിഞ്ഞു മാറി നിന്ന് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എനിക്ക് ഇപ്പോൾ 21 സംതിങ് മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അത് അങ്ങനെ 21 സബ്സ്ക്രൈബേഴ്സിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യണം. എന്നിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് സിൽവർ ബട്ടനൊക്കെ മേടിച്ച് തരണം. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ എനിക്കതാണ് പറയാനുള്ളത്. ഇനി പുതിയതായിട്ട് വരുന്ന ആളുകളടുത്തും എനിക്കതാണ് പറയുന്നത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെയൊക്കെ വളർത്തി വരാനുള്ള ഒരു ഉത്തരവാദിത്തം നിങ്ങളെപ്പോലുള്ള ആളുകൾക്കാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഇഷ്ടപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ.